KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് സംഘടനയ്ക്കുമായി ബന്ധപ്പെട്ട നിലപാട്? സംഘടനയുടെ നിലപാട് 26-ാം തീയതി KPMSൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ നിലപാട് ചർച്ച ചെയ്യാൻ ഒരു യോഗം ചേരാനിരിക്കെ തൽക്കാലം അതിലൊരു പ്രതികരണം ഞാൻ നടത്തുന്നില്ല. ഈ സർക്കാരുമായിട്ടുള്ള KPMSൻ്റെ ബന്ധം എങ്ങനെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? ഊഷ്മളമായ ബന്ധമാണുള്ളത്. സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുക എന്നൊരു നില ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ NSSന് സർക്കാർ കീഴടങ്ങുന്നു എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയി കാണുകയും ചില പരാമർശങ്ങൾ നടത്തിയെല്ലാം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായും അതിൽ സർക്കാർ ഒരു നാണം കെട്ട കീഴടങ്ങൽ ഈ കാര്യത്തിൽ നടത്തുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് മാപ്പോ തിരുത്തോ ഇല്ല എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പിന്നീട് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന, പൂർണ്ണമായും പിന്മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഏറ്റവും അവസാനം മിത്ത് വിവാദത്തിന്മേൽ കഴിഞ്ഞ 3-ാം തീയതി തലസ്ഥാനത്ത് നടത്തിയ നാമജപ ഘോഷയാത്ര, കൻ്റോൺമെൻറ്റ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ എതിർ സത്യവാങ്മൂലത്തിൽ ഈ കേസ് നിലനിൽക്കുന്നതാണെന്നും അതിന് ഉപോത്ബലകമായിട്ടുള്ള ദൃശ്യങ്ങളും പോലീസ് കോടതിക്ക് കൈമാറിയിരുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ സാധ്യത തേടുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രതിലോമകരമായിട്ടുള്ള, സമൂഹത്തിൽ പ്രതിലോമകരമായിട്ടുള്ള ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ച് നടത്തിയ ഒരു പ്രക്ഷോഭം. നമുക്കറിയാം, കേരളത്തിൽ സംഘടനകളും സമൂഹങ്ങളും അവരുടെ പ്രക്ഷോഭങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള പേരുകൾ നൽകാറുണ്ട്. ഇപ്പോൾ രാപ്പകൽ സമരം, അതുപോലെ തന്നെ ആദിവാസികൾ നടത്തിയ നിൽപ്പ് സമരം. ഇതൊരു സമരം മുറയായിരുന്നു, അതിൻ്റെ പേര് മാത്രമാണ് നാമജപം. അപ്പോൾ അതിനൊരു വൈകാരികത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു നാമകരണം അങ്ങനെ നടത്തിയെന്ന് മാത്രമാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, സംഘാടകർ പോലും കൽപ്പിക്കാത്ത വ്യാഖ്യാനമാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ സമരത്തിൽ മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വ്യാഖ്യാനത്തോടു കൂടി ഗവൺമെൻറ് കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. 26-ാം തീയതി പുതുപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KPMS ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം KPMS കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. പൊതുവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് ആവും നിലപാടുണ്ടാവുക. ഇതിൽ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ സാധാരണ മനുഷ്യർ അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമരങ്ങളുടെ 100 കണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ കോടതികളിൽ ഇപ്പോൾ ട്രയൽ നടക്കുന്നുണ്ട്, കോടതികളിൽ പെൻഡിങ് ആണ്. അപ്പോൾ ആ കേസുകൾ ഗവൺമെൻറ് ഇതേ മാതൃകയിൽ ആ കേസുകളും റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. NSSൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിലോമകരമായിട്ടുള്ളൊരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ ഒരു സമരത്തിൽ സർക്കാർ എടുത്ത കേസ് പിൻവലിക്കുക വഴി ഒരു പുരോഗമനം എന്ന് പറയുന്ന പുരോഗമന ഗവൺമെൻറ് എന്നാണ് വിവക്ഷിക്കുന്നത്. ആ ഗവൺമെൻറ് സമൂഹത്തിന് തെറ്റായൊരു സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് എന്ന അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. എന്തായാലും KPMS 26-ാം തീയതി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കും. ഒപ്പം സമകാലിക രാഷ്ട്രീയ സംഭവവാസങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും തങ്ങളുടെ നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പറയുക എന്ന് KPMSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.